കെഎസ്ആർടിസി ജീവനക്കാർക്ക് നൽകിയ വാക്ക് പാലിച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രംഗത്തെത്തിയത് ഏവരും കയ്യടികളോടെ സ്വീകരിച്ചു. ജീവനക്കാർക്ക് ശമ്പളം ഒറ്റത്തവണയായി നൽകുമെന്ന് വാക്ക് തന്നിരുന്നുവെന്നും ഇന്ന് ആ വാക്ക് പാലിച്ചുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം വിതരണം ചെയ്തത്. എന്നാൽ ബോണസും ഉത്സവ ബത്തയുമില്ലാതെ വലയുന്ന കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇരുട്ടടിയായിരുന്നു സാലറി ചലഞ്ച്. ഉടൻ ജീവനക്കാരിൽ നിന്ന് തുക പിടിക്കരുതെന്ന് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. ശമ്പളം ലഭിച്ചതിന് പിന്നാലെ വയനാടിനായുള്ള സാലറി ചലഞ്ചിൽ പങ്കാളികളാകണമെന്ന് മാനേജ്മെന്റ് ഉത്തരവിറക്കിയിരുന്നു. ഇത് റദ്ദാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഉത്തരവിറക്കിയതിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കാൻ കെഎസ്ആർടിസി CMDയോട് മന്ത്രി ആവശ്യപ്പെട്ടു. ജീവനക്കാർ സാലറി ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന് കെഎസ്ആർടിസി CMD തന്നെയാണ് ഉത്തരവിറക്കിയത്. ഇതേ CMDക്കാണ് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതും. കെഎസ്ആർടിസി ജീവനക്കാരുടെ 5 ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായിരുന്നു നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് നിർബന്ധമല്ലെന്നാണ് ഇതിനായി പുറത്തിറക്കിയ കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നത്. തുക ഈടാക്കാനായി സമ്മതപത്രം ജീവനക്കാരിൽ നിന്ന് സ്വീകരിക്കും. 5 ദിവസത്തെ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് 3 ഗഡുക്കളായി തുക നൽകാമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. CMDRFിലേക്ക് സംഭാവന നൽകുന്ന തുക സെപ്റ്റംബർ മാസത്തെ ശമ്പളം മുതൽ കുറവ് ചെയ്യും. ജീവനക്കാർക്ക് PFൽ നിന്നും തുക അടയ്ക്കാമെന്നും നിർദ്ദേശമുണ്ട്. സെപ്റ്റംബറിലെ ശമ്പളം അടുത്ത മാസമാണ് ലഭിക്കുക. ഈ ശമ്പളത്തിൽ നിന്നാണ് പണം അടയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1.5 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഓണത്തിന് ജീവനക്കാർക്ക് ഒറ്റ ഗഡുവായി മുഴുവൻ ശമ്പളം ലഭിച്ചത്. മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസും ഉത്സവബത്തയുമൊക്കെ ലഭിച്ചപ്പോഴും ശമ്പളമെങ്കിലും ലഭിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിലിരിക്കുന്ന കെഎസ്ആർടിസി ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കുകയാണ് പുതിയ തീരുമാനത്തിലൂടെ എന്ന ആക്ഷേപമാണ് ഉയർന്നത്. സമ്മതപത്രം നൽകിയവരിൽ നിന്ന് മാത്രമേ ശമ്പളം പിടിക്കൂവെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് പറഞ്ഞ മറ്റ് സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് അനൌദ്യോഗിക നിർബന്ധിത പിരിവാണ് ഫലത്തിൽ വന്നത്. ഇത് തന്നെ കെഎസ്ആർടിസി ജീവനക്കാർക്കും നേരിടേണ്ടി വരുമെന്നാണ് കരുതുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ദിവസത്തെ വേതനത്തിന് പകരം ഇഷ്ടമുള്ള തുക സംഭാവന ചെയ്യാൻ അവസരമില്ല. ഇത് തന്നെയാണ് മറ്റ് വകുപ്പ് ജീവനക്കാരും നേരിടേണ്ടി വരുന്നത്. ഇത്തവണ ഒന്നിച്ച് ശമ്പളം നൽകാൻ പാടുപെട്ടാണ് കെഎസ്ആർടിസി പണം കണ്ടെത്തിയത്. ഓവർ ഡ്രാഫ്റ്റായി 50 കോടി എടുക്കുകയും ഇന്ധന കമ്പനികൾക്ക് നൽകാതെ മാറ്റിവെച്ച തുകയും ചേർത്താണ് ഇത്തവണ ശമ്പളം ഒറ്റത്തവണയായി നൽകിയത്. 74.8 കോടി രൂപയാണ് ഇങ്ങനെ കണ്ടെത്തിയത്. ഓണത്തിന് ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന ഉറപ്പ് പാലിക്കാനാണ് മാനേജ്മെന്റ് ഈ കടും കൈ ചെയ്തത്. 1.5 വർഷത്തിന് ശേഷമാണ് കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി മുഴുവൻ ശമ്പളവും ലഭിക്കുന്നത്. 2023 ഫെബ്രുവരി മുതൽ 2 ഗഡുക്കളായാണ് ശമ്പളം നൽകുന്നത്. ഇതുപോലും മുടക്കമില്ലാതെ നൽകാൻ കെഎസ്ആർടിസിക്ക് സാധിച്ചിരുന്നില്ല. ഇത്തവണ ശമ്പളം മുടങ്ങിയാൽ പണിമുടക്കടക്കം നടത്താൻ ജീവനക്കാരുടെ സംഘടനകൾ തീരുമാനിച്ചിരുന്നു. ഏതായാലും ആ പ്രതിസന്ധി ഒഴിവായി. പൂർണ്ണ ശമ്പളം നൽകാൻ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് ഒറ്റത്തവണയായി 450 കോടി കടമെടുത്ത് പ്രതിസന്ധി പരിഹരിക്കാൻ നീക്കം നടത്തിയെങ്കിലും അത് വിജയിച്ചിരുന്നില്ല. പിന്നാലെ കേരള ബാങ്കിൽ നിന്ന് പണം കടമെടുക്കാൻ ശ്രമിച്ചെങ്കിലും വ്യവസ്ഥകൾ വെല്ലുവിളിയായി. അധിക ധനസഹായത്തിനായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള തുക മാത്രമാണ് കിട്ടിയത്. ഇതോടെയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനും ഇന്ധന കമ്പനികൾക്ക് നൽകാനുമുള്ള പണമെടുക്കാനും കോർപ്പറേഷൻ നിർബന്ധിതമായത്. അടുത്ത മാസം മുതൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് കരുതുന്നത്.